Hello dear students, welcome back to Comics Tutorial. Rebate under section 87A എന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വലിൻ്റെ സ്ലാബ് റേറ്റ് അനുസരിച്ചിട്ട് ടാക്സ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യും. ആ ടാക്സ് എമൗണ്ടിൽ നിന്ന് അഥവാ ടാക്സ് ലാബിലിറ്റിയിൽ നിന്ന് സെക്ഷൻ 89 റിലീഫും സെക്ഷൻ 87A റിബേറ്റും കിട്ടുന്നതാണ്. അപ്പോൾ എന്താണ് സെക്ഷൻ 89 റിലീഫ് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിബേറ്റ് ആണ്. റിബേറ്റ് ഡിസ്കസ് ഡീൽ ചെയ്യുന്ന സെക്ഷൻ 87A. അപ്പോൾ എന്താണ് റിബേറ്റ്, ആർക്കാണ് റിബേറ്റ് കിട്ടുക, റിബേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻസ്, ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A അപ്ലിക്കബിൾ ആവണമെന്നുണ്ടെങ്കിൽ, ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അപ്പോൾ താഴെ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെസിഡൻറ്റ് ഇൻഡിവിജ്വലിന് സെക്ഷൻ 87A പ്രകാരം റിബേറ്റ് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ആയിരിക്കണം. അസസ്സി റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ആയിരിക്കണം. അപ്പോൾ റെസിഡൻറ്റ് ഇൻഡിവിജ്വലിന് മാത്രമേ ഈ റിബേറ്റ് അപ്ലിക്കബിൾ ആവുകയുള്ളൂ. ഓക്കെ. ദെൻ സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് ടോട്ടൽ ഇൻകം ആഫ്റ്റർ റിഡ്യൂസിങ് ദി ഡിഡക്ഷൻ അണ്ടർ ദി ചാപ്റ്റർ 6A ഡസ് നോട്ട് എക്സീഡ് ₹5 lakh. അപ്പോൾ ടോട്ടൽ ഇൻകം എന്നുള്ളത് 5 lakhനേക്കാൾ കൂടാൻ പാടില്ല. അപ്പോൾ എങ്ങനെയാണ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് സെക്ഷൻ 80C to 80U അഥവാ ചാപ്റ്റർ 6Aയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഡിഡക്ഷൻസും ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ആണ് ടോട്ടൽ ഇൻകം. അപ്പോൾ ഒരു അസസ്സിയുടെ ടോട്ടൽ ഇൻകം 5 lakhനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ ആ അസസ്സിക്ക് സെക്ഷൻ 87A പ്രകാരം റിബേറ്റ് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇനി ഒരു അസസ്സിയുടെ ടോട്ടൽ ഇൻകം 5 lakhനേക്കാൾ മുകളിൽ പോയി എന്ന് വിചാരിക്കുക. ഓക്കെ. ഫോർ എക്സാമ്പിൾ 5,50,000 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ റെസിഡൻറ്റ് ഇൻഡിവിജ്വലിന് ആ അസസ്സിക്ക് സെക്ഷൻ 87A പ്രകാരമുള്ള റിബേറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. ഇനി എത്രയാണ് റിബേറ്റ് കിട്ടുക എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. ദ ടാക്സ് റിബേറ്റ് ഈസ് ലിമിറ്റഡ് ടു ₹12,500. അപ്പോൾ 12,500 വരെ ടാക്സ് എമൗണ്ടിൻ്റെ 12,500 വരെ എന്ത് ചെയ്യുള്ളൂ, റിബേറ്റ് കിട്ടുകയുള്ളൂ. അപ്പം മാക്സിമം റിബേറ്റ് കിട്ടുന്നത് എത്രയാണ്, 12,500. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ ടാക്സ് പേയബിൾ 12,500 കുറവാണെന്നുണ്ടെങ്കിൽ 12,500 കുറവാണെന്നുണ്ടെങ്കിൽ ആ റെസിഡൻറ്റ് ഇൻഡിവിജ്വലിന് ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ കണ്ടീഷൻസ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം റിബേറ്റ് കിട്ടുന്നത് 12,500. ഇനി റിബേറ്റ് വിൽ ബി അപ്ലൈഡ് ടു ദി ടോട്ടൽ ടാക്സ് ബിഫോർ ആഡിങ് ദി ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഓഫ് 4%. അപ്പോൾ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% നമ്മുടെ ടാക്സ് ലാബിലിറ്റീൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പം അതിൻ്റെ മുമ്പാണ് ഈ റിബേറ്റ് ക്ലെയിം ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ ഇൻകം എന്നുള്ളത് 4,80,000 ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് സെക്ഷൻ 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ് ഒക്കെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ടോട്ടൽ ഇൻകമാണ് ഇത് 4,80,000. ഓക്കെ. അപ്പോൾ 4,80,000 ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 87A പ്രകാരം റിബേറ്റ് കിട്ടും. ഓക്കെ. ഇവിടെ ഈ ഇൻഡിവിജ്വൽ ഈ അസസ്സി എന്നുള്ളത് എന്താണ്, റെസിഡൻറ്റ് ഇൻഡിവിജ്വലാണ്. അപ്പോൾ ഇയാളുടെ ഇൻകം 5 lakhനേക്കാൾ ടോട്ടൽ ഇൻകം എന്നുള്ളത് 5 lakhനേക്കാൾ താഴെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 87A പ്രകാരം റിബേറ്റ് കിട്ടും. ഓക്കെ. അപ്പോൾ എത്രയാണ് റിബേറ്റ് കിട്ടുക? അപ്പോൾ റിബേറ്റ് കിട്ടുമ്പോൾ നമ്മൾ ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ടോട്ടൽ ഇൻകത്തിൻ്റെ മേലിൽ ടാക്സ് ലാബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ടാക്സ് ലാബിലിറ്റി എന്നുള്ളത് അപ് ടു 2.5 lakh വരെ എന്ന് വെച്ചാൽ 2,50,000 വരെ നില്ലാണ്. 2,50,000 മുതൽ 5 lakh വരെ 5%. അപ്പോൾ ഇവിടെ 2.5 lakh മുതൽ 4.8 lakh എന്ന് വെച്ചാൽ 2,50,000 മുതൽ 4,80,000 വരെ ഉള്ള ഇൻകം. ഓക്കെ. അപ്പോൾ അതുവരെയുള്ള ഇൻകത്തിന് ടാക്സ് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ആ ഇൻകത്തിന് 5% ടാക്സ് കൊടുക്കുക. സോ 11,500. അപ്പോൾ ഇൻകം ടാക്സ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് എത്ര വന്നത്, 11,500 വന്നു. ഇനി സെക്ഷൻ 87A പ്രകാരമുള്ള റിബേറ്റ് കിട്ടും. റിബേറ്റ് എന്നുള്ളത് മാക്സിമം എത്ര കിട്ടുക, 12,500 കിട്ടുക. അപ്പോൾ ഇയാളുടെ ഇൻകം ടാക്സ് എത്രയാണ്, ടാക്സ് പേയബിൾ എത്രയാണ്, 11,500 ആണ്. അങ്ങനെയാണെങ്കിൽ 11,500 എന്ത് കിട്ടും, റിബേറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയുടെ ടാക്സ് ലാബിലിറ്റി എന്നുള്ളത് നില്ലാകും. ക്ലിയർ. ഇനി ഇയാളുടെ ഇൻകം ഒരു 5,25,000 ആണെന്ന് വിചാരിക്കുക.
ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടില്ല, ഈ റിബേറ്റ് കിട്ടില്ല. അപ്പോൾ മാക്സിമം റിബേറ്റ് എത്രയാണ്, 12,500. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ ഇൻകം 5 ലാക്ക് വരെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് കൊടുക്കണ്ട, ടാക്സ് കൊടുക്കണ്ട. ഓക്കെ, ഒരാളുടെ ഇൻകം അപ് ടു 5 ലാക്ക് വരെയാണെന്നുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് ഇതൊരു ടാക്സ് പ്ലാനിങ് ആണ്. 5 ലാക്ക് വരെയാണെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണ്ട, ടാക്സ് കൊടുക്കണ്ട. സംഭവം എക്സെപ്ഷൻ ലിമിറ്റ് 2,50,000 ആണെന്നുണ്ടെങ്കിലും സെക്ഷൻ 87A പ്രകാരം റിബേറ്റ് ക്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് അയാളുടെ മാക്സിമം എക്സെപ്ഷൻ ലിമിറ്റായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് ഏത് എമൗണ്ട്, 5 ലാക്കിൽ എന്നുള്ളത്. അപ്പോൾ 5 ലാക്ക് വരെയാണെന്നുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കണ്ട. എങ്ങനെയാണ് അത് അപ്ലിക്കബിൾ ആവുന്നത്? ഇവിടെ നോക്കാം, 2.5 ലാക്ക് മുതൽ ഇവിടെ 5 ലാക്ക് വരെയാണെന്നുണ്ടെങ്കിൽ 5% വെച്ചാണെന്നുണ്ടെങ്കിൽ 12,500 ആണ് ടാക്സ് പേയബിൾ വരിക. 12,000 ദെൻ 87A പ്രകാരമുള്ള റിബേറ്റ് കിട്ടും. അപ്പോൾ 87A പ്രകാരമുള്ള റിബേറ്റ് എത്രയാണ് മാക്സിമം കിട്ടുക, 12,500 ആണ് കിട്ടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ടാക്സ് ലാബിലിറ്റി എന്നുള്ളത് എന്താകും, നില്ലാകും. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരാൾക്ക് 5 ലാക്ക് വരെയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ റെസിഡൻ്റ് കേസാണ് കേട്ടോ പറയുന്നത്. ഒരു ഇൻഡിവിജ്വൽ റെസിഡൻറ്റിന് അയാളുടെ ഇൻകം 5 ലാക്ക് വരെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ടാക്സ് കൊടുക്കേണ്ടി വരില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് സെക്ഷൻ 87A റിബേറ്റ് എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് ക്ലാസ്.